ഓൺ മേക്കിംഗ് പെർഫ്യൂംസ്. നമുക്ക് സംസാരിക്കാനുള്ളത് പെർഫ്യൂമുകളുടെ ലോകത്തെക്കുറിച്ചാണ്. അപ്പോൾ പുതിയ സംവിധാനങ്ങൾ, പുതിയ ടെക്നോളജികൾ, പുതിയ തരം എന്താ പറയുക നൂതനമായ സാങ്കേതിക വിദ്യകൾ അല്ലേ, ഇതൊക്കെ നമുക്ക് ഈ പെർഫ്യൂമറിയിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലെ വളരെ ലളിതമായിട്ട് നമുക്കിതൊക്കെ പഠിക്കാനും ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എന്താ പറയുക നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളാണ്. തീർച്ചയായിട്ടും പലരും പറയുന്നത് കേൾക്കാം, നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത്, 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ മാറുകയാണ് വേണ്ടതെന്ന് ആണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ താഴെ അല്ലെങ്കിൽ നമുക്ക് 2 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അല്ലേ. പിന്നെ വളർച്ചയുടെ ഘട്ടങ്ങളാണ്. തീർച്ചയായിട്ടും തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ വളർച്ചയെ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ തരത്തിലുള്ള വളർച്ചകളിലേക്ക് എത്താനാവുക. അപ്പോൾ നമ്മൾ പറയുന്ന ഓൺ മേക്കിംഗ് പെർഫ്യൂംസിൻ്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വലിയ എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ള എന്താ പറയുക യന്ത്ര സാമഗ്രികളോ മറ്റോ ഒന്നുമില്ലാതെ ലളിതമായി നമുക്ക് പെർഫ്യൂമറി പഠിക്കാനും പെർഫ്യൂംസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ആ തരത്തിൽ അതിന് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിവിടെ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ നൂതനമായിട്ടുള്ള രീതികളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരുപാട് മേഖലകൾ നമുക്ക് മുന്നിൽ തുറന്നു വരുന്നു. അപ്പോൾ AI ഒക്കെ വന്നതോട് കൂടിയിട്ട് കുറേ മേഖലകളിലെ തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. പക്ഷേ AI സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും അതേപോലെ ഒരു വളരെ വലിയ മേഖല തന്നെയാണ് പെർഫ്യൂമറി എന്ന് പറയാൻ പറ്റും. കാരണം ഈ AI സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി അതിനൂതനമായ തരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും 3D എഫക്റ്റുകളോട് കൂടിയിട്ടുള്ള തരത്തിലുള്ള ബോട്ടിലുകൾ, ഈവൻ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻറ്റിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള പെർഫ്യൂമറി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ലേഡീസ്, ജെൻസ് യുണീക്കായിട്ടുള്ള ഐറ്റംസ്, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആക്സസറീസ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പെർഫ്യൂമറി എന്ന് പറയുന്ന ഇതിൻ്റെ വളരെ വലിയൊരു ലോകം. അപ്പോൾ GCCയിലാണെങ്കിൽ വളരെ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്വദേശികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബുഹൂറുകൾ പോലുള്ള ഐറ്റംസ് ഒക്കെ ഇതേപോലെ നമുക്ക് ഈ പെർഫ്യൂമറിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ വലിയ മേഖലയാണ് കേട്ടോ. അതേപോലെ തന്നെ എയർ ഫ്രഷ്നറുകളുടെ ഒരു വളരെ വലിയ എന്താ പറയുക മാർക്കറ്റ് അതും ഈ പെർഫ്യൂമറിയുടെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന, ചെയ്യാവുന്ന, തൽപരരായവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് താല്പര്യം വളരെ മസ്റ്റാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളുടെ ഈ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്പം സമയം കൂടി നീക്കി വെക്കാൻ നമുക്കുണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എല്ലാ തരത്തിലുമുള്ള പെർഫ്യൂമറി സപ്പോർട്ടിന് നമ്മളുണ്ടാവും കേട്ടോ.